നമ്മൾ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചിക്കു ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന്. അതുകൊണ്ട് ഞാനൊരു കൊച്ചു റെഡ് വെൽവെറ്റ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ വരുന്ന ഒരു കേക്കാണ്. അമ്മ ഓൾറെഡി ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്കാണ്. ഉണ്ടാക്കാനാണെങ്കിലും വലിയ പാടൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ പോകാം. അതിനു മുന്നേ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മൈദ ഒക്കെ എടുത്ത് വെക്കാം. ഇതിപ്പോ നമ്മള് ചെറിയൊരു കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ 1/2 കപ്പ് മൈദ എടുക്കാം. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊക്കോ പൗഡർ ആണ്. ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ലൈറ്റ് കളർ കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റിവെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സി ഉപയോഗിച്ചാൽ മതി, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിപ്പോ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പോ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിക്കാം. ഇതിപ്പോ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടൊന്നും അടിക്കരുതേ. അതപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ, അപ്പൊ നമ്മൾ റെഡ് കളറാണ് ചേർക്കുന്നത്. സൂപ്പർ റെഡ് കളറാണേ. അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കളർ ചേർത്തിട്ട് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യണ്ട. നമുക്കിനി വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. വിസ്ക് വെച്ചോ സ്പാച്ചുല വെച്ചോ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വളരെ പതുക്കെയാട്ടോ ചെയ്യുന്നത്. ഇത് സ്പീഡാക്കിയത് കൊണ്ടാണ് സ്പീഡായിട്ട് തോന്നുന്നത്. വളരെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബാറ്റർ കുറച്ച് തിക്കാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, കാരണം മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ബാറ്ററിന്റെ തിക്നെസ് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. 5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ് നമ്മൾ എടുക്കുന്നത്. ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബട്ടറോ ഓയിലോ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ചേർത്താൽ മതി. കളർ ചേർക്കുന്നതുകൊണ്ട് കേക്ക് കുറച്ച് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കാനാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. അതൊന്ന് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ ആണ്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഓവൻ സെറ്റപ്പ് ഒക്കെ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒക്കെ നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആയിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സ്ക്യൂർ ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ സ്ക്യൂർ അതാ ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. റെഡ് വെൽവെറ്റിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് പെട്ടെന്നൊന്ന് കാണിക്കാമേ. അതിനുവേണ്ടി ഒരു പാക്കറ്റ് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കൊരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിന് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊക്കെ മതിയാവും. ഇപ്പൊ പാല് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് കുറേശ്ശെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. അതായിപ്പോൾ പാല് പിരിഞ്ഞ് വരുന്നുണ്ട്. കുറഞ്ഞ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാം.
ഇനി നമുക്കൊരു വെള്ളത്തുണി അരിപ്പയിലേക്ക് വിരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് പതുക്കെ പ്രസ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു കളയാം. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം, ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പാല് പിരിച്ചു വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതായിപ്പോ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതായിപ്പോ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ക്രീം ചീസ് ആണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഞാൻ ഫിയോണന്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടും എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ അമ്മ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്താൽ മതിയേ. ഇതിപ്പോ നല്ല സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ചീസ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിന്റെ ചൂടൊക്കെ പോയി നല്ല തണുത്തിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല ഹൈറ്റ് ഒക്കെ വെച്ച് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേൺ ടേബിളിന്റെ മേലെ വെച്ചൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ നടുഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു സൈഡിലേക്ക് അങ്ങ് തിരിച്ച് കൊടുത്താൽ മതി. ഇതായിപ്പോ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്ക് അടുത്ത ലെയറും കട്ട് ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാണ്. അതും പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേക്ക്. നമ്മുടെ 3ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിന്റെ 1/4 ഭാഗത്തോളം ഒന്നൊഴിച്ച് സോക്ക് ചെയ്യാം. ഇനി ഞാൻ ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തെടുത്താൽ അത് മതി. ബോർഡിന്റെ മേലെ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ക്രീം അങ്ങ് വട്ടത്തിലങ്ങ് വെച്ചു കൊടുക്കാനേ. പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെക്കുകയാണ്. ഷുഗർ സിറപ്പ് ഒഴിക്കാം. ക്രീം വെച്ചു കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ടേ. ആ ഷുഗർ സിറപ്പ് മുഴുവനായിട്ടൊന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലൊന്ന് ക്രീം ആക്കി കൊടുക്കാണ്. അത് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യാണേ. സൈഡിൽ പുറത്തോട്ട് നിൽക്കുന്ന ക്രീമൊക്കെ ഒന്ന് തേച്ചു കൊടുക്കാം. ഇനി സൈഡിലും പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെ ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കാണേ. ഇനി ഞാൻ സ്ക്രേപ്പർ വെച്ച് സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണ്. പാലറ്റ് നൈഫും വെച്ചും ചെയ്യാം, പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി മുൾഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ കേക്കിന് അത്രയ്ക്ക് ഭയങ്കര ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ക്രീം ചീസ് ഒക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ലെയർ ഇല്ലേ, അതൊന്ന് ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റിഫ് ആവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാം. അത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതായിപ്പോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി കേക്കിന്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഒരു പാത്രം അതിന്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതങ്ങ് എടുക്കാം. ഇനി ചെറിയൊരു പാത്രം ഒന്ന് നടുഭാഗത്ത് വെച്ചു കൊടുക്കാം. ഇനി അതിന് ചുറ്റും നമ്മൾ കേക്ക് പൊടിച്ച് വെച്ചില്ലേ, അതിട്ട് കൊടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് സ്പൂൺ വെച്ച് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ അത്. ഇതാ നമുക്ക് ടേൺ ടേബിളിന്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കേക്ക് വെച്ചു കൊടുക്കാം. ന്യൂസ് പേപ്പർ ആയാലും മതി. സൈഡിലൊക്കെ പൊടി ഇടുന്ന സമയത്ത് താഴോട്ടൊക്കെ വീഴില്ലേ, അപ്പൊ ഇതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. സൈഡിലൊക്കെ ഫുള്ളായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു പാലറ്റ് നൈഫ് വെച്ച് മുകളിലോട്ട് അങ്ങ് പൊക്കി കൊടുക്കാം. ആ മുകളിലത്തെ എഡ്ജ് വരെ വരുന്ന തരത്തിൽ ഒന്ന് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ ബട്ടർ പേപ്പർ ഒന്ന് പതുക്കെ എടുത്ത് അങ്ങ് മാറ്റാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണുള്ളത്. ഇനി ഞാൻ നടുവിലത്തെ ആ പാത്രം ഒന്ന് പൊക്കി കൊടുക്കുകയാണേ.
ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എഡ്ജിന് അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ക്രീം കൊണ്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ നോസിലാട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ക്രീം കൊണ്ട് W ഒക്കെ എഴുതില്ലേ, അതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പൊ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലൈനും ചെയ്ത് കൊടുക്കാം. തേർഡ് ലൈനും ചെയ്യുകയാണേ. ഇനി നമുക്ക് നടുഭാഗത്ത് ചെയ്യാനായിട്ട് സാധാരണ ഒരു നോസിലാണ് എടുക്കുന്നത്. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നടുഭാഗത്തൊരു 3 കുത്ത്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? അതാ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ക്രീം ഒക്കെ ഒന്ന് ലൂസ് ആയി വരുന്നുണ്ട്. അപ്പൊ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയി കിട്ടും. അപ്പൊ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ഡിസൈൻ ആണ്. അപ്പൊ നമുക്കിനി കട്ട് ചെയ്യണ്ടേ? ടേസ്റ്റ് ഒക്കെ നോക്കണ്ടേ? അപ്പൊ കട്ട് ചെയ്യാൻ പോവാം. ചിക്കുവിന്റെ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഒരു കൊച്ചു വിശേഷം കൂടെ പറയാനുണ്ട്. നമുക്ക് 700K ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സെലിബ്രേഷൻ ഒക്കെ വേണമെന്നുണ്ട്. അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് 700K സെലിബ്രേഷൻ ആയിട്ട് അങ്ങ് ആഘോഷിക്കാം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. സൈതറിനാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തോ? ചിക്കുവാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാനേ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇതാ. കേക്കിന്റെ പീസ്. ചിക്കുവിന്റെ കേക്ക് കാണാനൊക്കെ കൊള്ളാട്ടോ. അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാട്ടോ. അടിപൊളി. അടിപൊളിയാട്ടോ. നല്ല ജ്യൂസിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീം ചീസ് അരേവാ വാരേവാ. അടിപൊളി. സാധാരണ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കട്ട് ചെയ്യാം. സൈതറിനും ഉണ്ടാവാറുണ്ട്. സൈതറിന് ഇന്നിപ്പോൾ ഓഫീസിൽ പോയി വേഗം കട്ട് ചെയ്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ നമ്മുടെ ചിക്കുവിന്റെ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.